നമുക്ക് പയറ് തോരൻ, പിന്നെ ഇത് രാവിലത്തെ ദോശയുടെ മുട്ടക്കറി കേട്ടോ, മുട്ട വെച്ചത് മുട്ടക്കറി, പിന്നെ മീൻ വറുത്തത്, ദോശ എല്ലാം വെച്ച് ചേട്ടൻ മോനും ചോറ് പൊതിയ. നല്ല ഇല പൊളിയുമ്പോഴാണ്. അപ്പം അടുക്കള പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മോന് നേരത്തെ പോകുന്നുണ്ട്, ജോലിയെല്ലാം ഒതുങ്ങി. അപ്പോൾ അതിന് കുറേ പാത്രങ്ങൾ കഴുകാണ്ട്. മോൻ പോകുന്നതുകൊണ്ട് ഇന്ന് അടുക്കള പണിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു. ഇനി ദോശ കഴിക്കണം. അപ്പം മോൾ ഇവിടെ ഇരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? ചെവി വേദനയൊക്കെ ഉണ്ടോ? മാറെന്ന് പറ. കുഴപ്പമില്ലല്ലേ? മാറിയില്ലേ? ഇനിയിപ്പോൾ 2 സ്റ്റിച്ച് ഉണ്ടോ കാണിച്ചേ? ഇനിയിപ്പോൾ 3 കൊണ്ടുണ്ട് കേട്ടോ. അതുകൂടെ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് കോളേജിൽ പോവാം. അപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്, ഒരാൾ വന്ന് കിടക്കുവാണ് കേട്ടോ. ഗുളി കഴിച്ചില്ല, ഒന്നും കഴിച്ചില്ല. എണീര്. ചുമ്മാ അടക്കം, ഉറങ്ങുമൊന്നുമല്ല. ഭയങ്കര ക്ഷീണം, കള്ളക്ഷീണമാണോന്ന് അറിയാൻ വയ്യ. ഇന്നലെ വലിയ കുഴപ്പമൊന്നുമില്ല, ഇന്നലെ കുളിക്കുകയൊക്കെ ചെയ്ത്. ഓ, ചിരിച്ചുകൊണ്ട് ഉറങ്ങുന്നുണ്ടോ? നമുക്ക് ദോശ കഴിക്കാം കേട്ടോ. കഴിക്കാൻ വേണ്ടി കയറി കിടക്കുന്നുണ്ടോ? നിങ്ങൾ ഗുളികയും കഴിച്ചില്ല. ഞങ്ങൾ സിന്ധിയുടെ വീട്ടിൽ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ആ കവർ കൊള്ളാം ഓടി. ഓ, ഒരാളിവിടെ തകർത്ത് ചുമക്കുന്നുണ്ട്. ഭയങ്കര വിളിച്ചല്ലേ. കവർ കിട്ടിയാ? അലമാരിക്കകത്ത് അങ്ങനൊരു കവർ ഉണ്ടായിരുന്നു. പോയിട്ട് വരാം, തുണി വറക്കാത്തരാണ്. മഴ പെയ്ത് തുണി അടി കൂടുകയാണ്. കാല് പിടിക്കണമെന്ന് കഥ പറക്കാൻ. അതാ ഞങ്ങള് ബാക്കി കൂടെ കയറി. സിന്ധുജിയുടെ വീട് നല്ല വിളക്കൊക്കെ ഉണ്ടല്ലോ. പറഞ്ഞ മൊത്തത്തിനകത്ത് കേക്ക്. കാപ്പിയ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ജോലി നടക്കത്തില്ല. നൈറ്റ് ഒരു എണ്ണ ഇരുട്ടത്തുണ്ടോന്ന് വേറെ സ്റ്റാൻഡായിരുന്നല്ലേ. ഇരിക്കുന്നല്ലേ. പുട്ടുകുറ്റി മേടിച്ചാ? അത് മേടിച്ച ഇന്ന് ഇപ്പൊ മേടിച്ചല്ലേ? ഇപ്പൊ മേടിച്ചപ്പോ എന്താ മേടിച്ചത് നിങ്ങള്? കുക്കറാണോ? നോക്കട്ടെ, ഇതിന് ഒരുപാട് എണ്ണയാവോ? ഇത് കൊള്ളാല്ലേ. അത് ഇവിടെ നിങ്ങളെ വെയിലുണ്ടല്ലേ, ഉണക്കിത്താ. എനിക്ക് ഇച്ചിരി മതിയാന്ന്, ഞാൻ അത് ഒളിപ്പിച്ച് വെച്ചോളാം. പൂ പറിക്കണ്ടേ ഇനി. ടാറ്റ.